അനുപമയ്ക്ക് എന്തെങ്കിലും ജഡ്ജ് ചെയ്യപ്പെടുമെന്ന് പേടി തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും അതൊരു പബ്ലിക്കിന്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ ഭയങ്കര പേടിയായി. അങ്ങനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. എന്റെ പല ഓപ്പർച്യൂണിറ്റീസും അത് കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയാം അത്. ഞാനിങ്ങനെ ജഡ്ജ് ചെയ്യപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് അത് ചെയ്യാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ എന്താ പറയാ നഷ്ടങ്ങളല്ലാതെ വേറെ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ സ്റ്റിൽ ഐ എം ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്സ്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ നാട്ടുകാർ ജഡ്ജ് ചെയ്യുന്നതാണോ അതോ വീട്ടുകാർ ജഡ്ജ് ചെയ്യുന്നതാണോ പേടി? കൂടുതൽ പേടി വീട്ടുകാർ തന്നെയായിരിക്കും. പക്ഷെ രണ്ടും എനിക്ക് പേടിയാണ്. രണ്ടും എനിക്ക് പേടിയാണ്. എനിക്ക് തോന്നുന്നേ, ഇപ്പൊ നമ്മൾ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോ നമ്മളിപ്പോ എന്ത് ചെയ്താലും ജഡ്ജ്മെന്റ് ഉണ്ടാവും. അത് എനിക്ക് തോന്നുന്നു നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റും. ഭയങ്കര വിരളമായ ആൾക്കാരാണ് അത് ജഡ്ജ് ചെയ്യാത്തവര്. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ വേറൊരാളുടെ അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ അതിനെ കുറിച്ച് സംസാരിക്കുമായിരിക്കും. ഇപ്പൊ അനുഭവം ഒരു കാര്യം ചെയ്ത് ഇവളെന്താ ഇങ്ങനെ ചെയ്തേ, ഇവള് ഇങ്ങനത്തെ ഒരാളാണോ എന്ന് അറ്റ്ലീസ്റ്റ് ഉള്ളിലെങ്കിലും സംസാരിക്കുന്നവരാണ് 90% എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മളിപ്പോ കാര്യത്തിലേക്ക് പോകും. നമുക്ക് ആദ്യം വീട്ടുകാരെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ ഏറ്റവും കംഫർട്ട് സോൺ ആണ് നമ്മുടെ വീട്, നമ്മുടെ ബെഡ്റൂം, നമ്മുടെ അച്ഛൻ, അമ്മ, എല്ലാവരും. നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് നമ്മളെ ജഡ്ജ് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടായിരിക്കാം. പക്ഷെ കുറച്ച് കുടുംബക്കാരിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ജഡ്ജ്മെന്റിലാണ്. ഇപ്പോ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് നമ്മളിപ്പോ അവിടെ ഇരുന്നിട്ട് ഇപ്പൊ മൂത്തവരുടെ മുന്നിൽ കുറച്ചു നേരം വർത്താനം പറഞ്ഞ ജഡ്ജ് ചെയ്യുന്ന വീട്ടുകാരാണ് എന്റെ. ലൈക്ക് ഇപ്പൊ മെച്ചപ്പെട്ടിട്ടുണ്ട് കേട്ടോ. സീരിയസ്ലി എല്ലാവരും മെച്ചപ്പെട്ടു. അവർ കണ്ടിട്ട് ചീത്ത വിളിക്കരുത്, പക്ഷെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പണ്ടൊക്കെ നമുക്ക് ആ ഒരു പോയിന്റിൽ അവരോട് ഇന്ന് വർത്താനം പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അപ്പൊ ഇവള് ഭയങ്കര ബോൾഡാ. അവരെ സംബന്ധിച്ച് ബോൾഡ് ആവുന്നത് മോശം കാര്യമാണ്, മനസ്സിലായോ? പക്ഷെ ഇന്നത്തെ ജനറേഷനിൽ അത് മാറുന്നുണ്ടെങ്കിലും പക്ഷെ ഇന്നും പല വീട്ടുകളിലും പെൺകുട്ടികൾക്ക് മര്യാദയ്ക്ക് വർത്താനം പറയാൻ പോലും പറ്റില്ല. കാരണം ബിക്കോസ് ഓഫ് ദിസ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് എന്നുള്ളതാണ്. ഞാൻ എന്റെ വീട്ടില് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ആളുകൾ എന്നെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജഡ്ജ്മെന്റ് എന്നെ എഫക്ട് ചെയ്യില്ല. പക്ഷെ ജഡ്ജ് ചെയ്യപ്പെടുമോ എന്ന പേടിയാണ് എന്നെ എഫക്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിനിപ്പോ എന്തെങ്കിലും കമന്റ് പറയണം, വീട്ടിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും ഒക്കെ. ഇപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് എന്താന്ന് പറഞ്ഞാൽ എനിക്കിപ്പം മനസ്സിലൊരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരാളുടെ അടുത്ത് പ്രസന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പേടിയാണ് എന്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഉണ്ടാവാൻ പാടാത്തൊരു പേടിയാണത്. അപ്പൊ അത് കാരണം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിരവധിയാണ്. അപ്പൊ ആ ഒരു പേടിയാണ് എന്നെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തായാലും അല്ലെങ്കിൽ എന്റെ വെരി കംഫർട്ട് സോണിലുള്ള എന്റെ അച്ഛൻ, അമ്മ, ഏട്ടൻ, എന്റെ പാർട്ട്ണർ, ഇവരുടെ അടുത്തൊക്കെ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഫിയർ ആണ്. ഈവൻ അച്ഛനും അമ്മയും ഏട്ടനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ജഡ്ജ് ചെയ്താലും എനിക്ക് അറിയാതെ അതെന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഈവൻ എന്റെ പാർട്ട്ണർ ആണെങ്കിലും എന്നെ അത് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാം അത് ഇറ്റ് ഈസ് ഫോർ മൈ ഗുഡ് ഡീഡ്. പക്ഷെ എനിക്ക് പേടിയത് ഇത് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞ് കുറച്ച് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൾ എന്ത് ഫൂളിഷ്നെസ് ആണ് ചിന്തിച്ചത് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിക്കില്ലേ എന്നൊരു പേടിയാണ്. ചിന്തിച്ചൊന്നും സംഭവിക്കില്ല. പക്ഷെ ആ ഒരു പേടി കാരണം ഞാൻ പൊതുവെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിപ്പോ എന്റെ ഓൺ സ്റ്റോറി അല്ലെങ്കിൽ എന്റെ ഓൺ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ തന്നെ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മള് എന്താ പറയാ അവരുടെ കുറെ കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഒട്ടും കോൺഷ്യസ് അല്ലാത്ത ആളുകളും ഉണ്ട് കേട്ടോ. അത് ഭയങ്കര പരിസരബോധം ഇല്ലാത്തവർക്ക് നമ്മൾ അവരെ വിളിക്കുന്നത് അതിനുള്ള ഒരു കോൺഫിഡൻസ് അപാരമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്റെ വീട്ടിലൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നേ, ഞങ്ങളുടെ ഒരു അച്ഛന്റെ ഫ്രണ്ടാണ്. അവരന്ന സമയത്ത് ഞങ്ങൾ അവരെ സൽക്കരിക്കുകയാണ്. അപ്പൊ അമ്മ കുറെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വെച്ച് അപ്പൊ തന്നെ ചേച്ചി പറഞ്ഞു ഞാൻ ഈ സാധനം ഒന്നും കഴിക്കില്ല. ഞങ്ങളുടെ വീട്ടിൽ അവർ അന്ന് ആദ്യമായിട്ട് വരിക. അപ്പൊ തന്നെ ഞങ്ങൾ എല്ലാവരും ആകെ സൈലന്റ് ആയി. അങ്ങനെ ഒരു പ്രതികരണം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അമ്മ എന്റെ അടുത്ത് ചോദിച്ചു എന്നാലും അവൾ അങ്ങനെ പറയാൻ പാടുണ്ടോ, നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ല, അപ്പൊ അവൾക്ക് ഇഷ്ടമില്ലെങ്കിലും അവൾക്ക് ഒന്നെങ്കിലും കഴിച്ചുവിടെ. ഞാൻ അപ്പോഴേക്കും ആ സമയം കൊണ്ട് ഞാൻ ചിന്തിച്ചു അതിനെ. ആദ്യം കേട്ടപ്പോ എനിക്കും തോന്നിയതാ എന്ത് വർത്താനാണോ പറഞ്ഞതെന്ന് എനിക്കും തോന്നി. പക്ഷെ ഞാൻ പിന്നെ അമ്മേന്റെ അടുത്ത് പറഞ്ഞു അവര് ഓപ്പൺ അപ്പ് ചെയ്തതല്ലേ, അവരുടെ കംഫർട്ട് അവർ ഓപ്പൺ അപ്പ് ചെയ്തു. അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഇല്ലാത്തൊരു സാധനം ആർക്കെങ്കിലും വേണ്ടി അവർ അതിന് വിധേയരാവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ജഡ്ജ് ചെയ്യപ്പെടുമോ എന്നുള്ള ഫിയർ കാരണം ഏത് വയസ്സ് മുതൽ നമുക്ക് ബോധം ഉദിച്ച വയസ്സ് മുതൽ ഇപ്പൊ വരെയും നമ്മൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹോണ്ട് ചെയ്യപ്പെടുന്നുണ്ട് പലരും. ഇതിപ്പോ എന്റേത് വെരി മിനി വേർഷനാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇതിന്റെ യൂട്യൂബിലൊക്കെ പല പല അവസ്ഥാന്തരങ്ങളിലുള്ള വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. ആളുകൾ എന്താ പറയാ ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രോവേർട്ടിസം എന്നാണോ ആ വേർഡ് എന്ന് എനിക്കറിയില്ല. അതിന്റെ വെരി ഡാർക്ക് വേർഷൻ ഉണ്ട്. ആളുകളോട് ചില ആൾക്കാര് എക്സ്ട്രോവേർട്ടുകളായ ആൾക്കാര്
ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞ ആൾക്കാർ എന്ത് വിചാരിക്കുന്നതുകൊണ്ട് ഇൻട്രോവേർട്ട് ആവുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതും ഈ ജഡ്ജ് ചെയ്യപ്പെടുമെന്നുള്ള പേടിയാണ് തന്നെയാണ്. പിന്നെ ചിലപ്പോൾ അധികം മിണ്ടാത്ത ഒരാളായാലും കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയും. ചിലപ്പോൾ പറയുന്നത് മണ്ടത്തരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, എന്നെ കുറിച്ച് അങ്ങനെ വിചാരിക്കരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സ്വഭാവത്തെ മാറ്റി കാണിക്കാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് ഒരാളുടെ പേഴ്സണാലിറ്റി, എന്താണ് ഒരാളുടെ ക്യാരക്ടർ? എനിക്ക് പറയാൻ പറ്റും എന്താണ് പേഴ്സണാലിറ്റിയും ക്യാരക്ടറും തമ്മിലുള്ള വ്യത്യാസം? പേഴ്സണാലിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കണേ, എനിക്ക് എന്നെ പറ്റി അറിയുന്നത് എന്റെ പേഴ്സണാലിറ്റിയും ശില്പയ്ക്ക് ഇപ്പൊ എന്നെ പറ്റി അറിയുന്നത് എന്റെ ക്യാരക്ടറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിനെ മനസ്സിലാക്കുന്നതിനറിയോ, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അനുപമയെ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ്. അനുപമയ്ക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും അനുപമയെ പ്രസന്റ് ചെയ്യാം. ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് അനുപമയുടെ സ്വന്തമായിട്ടുള്ള എന്താ പറയാ, അത് അനുപമയുടെ സ്വഭാവ സവിശേഷതകളാണ്. മനസ്സിലായോ? ഇപ്പൊ അനുപമയ്ക്ക് എന്റെ അടുത്ത് വേണമെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് ആയിട്ട് അനുപമയുടെ പേഴ്സണാലിറ്റീനെ അനുപമയ്ക്ക് ഡിപ്പിക്ട് ചെയ്യാൻ പറ്റില്ല. ഇൻട്രോവേർട്ട് ആയിട്ട് സംസാരിക്കാൻ അനുപമയ്ക്ക് എന്നോട് എക്സ്ട്രോവേർട്ട് ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. അത് അനുപമയുടെ, അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ ഇതാണ് അനുപമയുടെ പേഴ്സണാലിറ്റി. പക്ഷെ അനുപമേനെ അടുത്തറിയുമ്പോൾ അനുപമയുടെ ക്യാരക്ടർ അതല്ല, ഇതല്ല അനുപമ എന്ന് ഞാൻ മനസ്സിലാക്കും. സോ അത് ക്യാരക്ടറാണ്. അത് രണ്ടും വ്യത്യാസമാണ് ഉണ്ടെന്നാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ എന്താ ഫിയർ ഓഫ് ബീയിങ് ജഡ്ജ്ഡ് അതിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇത് പല പല അവസരങ്ങളിൽ സംഭവിക്കാറുണ്ട്. അത് ഇന്നലെ നമ്മൾ സംസാരിച്ചൊരു വിഷയമായിരുന്നു ഡേറ്റിംഗ് ആപ്സിനെ പറ്റി. അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഈ നമുക്ക് ഒരാളെ നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഒരാളെടുത്ത് ഇടപഴകി നമുക്ക് നമ്മുടെ ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കാൻ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ ഡേറ്റിംഗ് ആപ്സ് ഹെൽപ്ഫുൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സെയിം സിറ്റുവേഷനിൽ ആളുകൾക്ക് ഈ ഒരു പേടി ഉണ്ടാവില്ലേ, അവര് ജഡ്ജ് ചെയ്യപ്പെടുവോ എന്നുള്ള പേടി കാരണം അവര് എന്താ പറയാ ഈ സംസാരിക്കുന്ന ആളോട്, ഈ വെദർ മെയിൽ ഓർ ഫീമെയിൽ, അവരോട് നമ്മൾ നമ്മുടെ കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്യില്ലേ. നമ്മളൊരു റിലേഷൻഷിപ്പിന്റെ ഫസ്റ്റ് സ്റ്റേജിനെ എപ്പോഴും പപ്പി സ്റ്റേജ് എന്നാണ് പറയാ. കാരണം അന്ന് നമ്മുടെ നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുള്ളൂ. അതെന്തുകൊണ്ടാ? ദ ഫിയർ ഓഫ് ബീങ് ജഡ്ജ് അല്ലെ? അയ്യോ അവൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ ഇങ്ങനെ പറഞ്ഞ അവൻ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാനിപ്പോ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് അവൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ ഇങ്ങനെ സ്ഥലത്തേക്കൊക്കെ ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവൻ എന്ത് വിചാരിക്കും, അത് എന്ത് വിചാരിക്കും. ആ പ്രശ്നം കൊണ്ടാണ് നമ്മൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാ റിലേഷൻഷിപ്പും ഒരു പ്രശ്നവും ഇല്ലാതെ പോകുന്നതും അതുകൊണ്ടായിരിക്കും. പക്ഷെ അൾട്ടിമേറ്റ് ഫേക്ക് ആണത് എന്നുള്ളതാണ്. അതെ അതെ, നമ്മൾ അത് കണ്ടിട്ടാണ് ഒരാളെ സ്നേഹിക്കുന്നത്. ഈ പല റിലേഷൻഷിപ്പുകളിലും ആദ്യത്തെ സമയത്ത് കിട്ടുന്ന സന്തോഷവും സമാധാനവും ഒന്നും പിന്നീട് കിട്ടാത്തത് എന്തുകൊണ്ടാ? അതല്ല ശരിക്കുള്ള അവരതല്ല. ആ ശരിക്കുള്ള അവരെയാണ് നമ്മൾ ചിലപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷം നമ്മൾ കാണുന്നത്. അവരാണ് ശരിക്കുള്ളത്. അതുവരെ അവർ കാണിച്ചിരുന്ന ഒരു ഫേക്ക്നെസ് ആണ്. ഈ ഫിയർ ഓഫ് ബീങ് ജഡ്ജ്ഡ് കാരണം മാത്രം അവരെ മാറ്റി കാണിക്കുന്ന ഒരു അവസ്ഥയാണ്. സോ അതുകൊണ്ട് അവിടെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. അവർ ആദ്യം തന്നെ ഇപ്പൊ നല്ല റഫ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളാണ്. ആദ്യം തന്നെ ആ ഷോർട്ട് ടെമ്പേർഡ്നെസ് കാണിച്ചു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് വേണോ വേണ്ടിയോ എന്ന് വെക്കാൻ രണ്ടുപേർക്കും അവിടെ സമയമുണ്ട്. ഇത്രത്തോളം അവരെ ബാധിക്കില്ല. നേരെ മറിച്ച് അയാൾ ഭയങ്കര കാമായി എന്താ മോളെ എന്നൊക്കെ വിളിച്ച് കുറെ ദിവസം ആ സ്നേഹത്തിൽ നടന്നിട്ട് ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും എന്താടി തേങ്ങ വാങ്ങാന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറും. അന്നായിരിക്കും ആ കുട്ടി എന്ത് മനസ്സിലാക്കുക, ഓക്കെ ഇവന്റെ സ്വഭാവം ഇതാണ്. പക്ഷെ അന്ന് ആ കുട്ടിയെ സംബന്ധിച്ച് ചിലപ്പോ ഈ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇട്ടിട്ട് പോവുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ്. ഇത് നമ്മളിപ്പോ സംസാരിച്ച ഒരു സിറ്റുവേഷൻ ആണ്. ഞാൻ വേറൊരു സിറ്റുവേഷൻ ഞാൻ പറയാം. ഞാൻ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് ഭയങ്കരമായ ആഗ്രഹം, കാര്യം ഞാൻ അന്നേ ഞാനൊരു ഇൻട്രോവേർട്ട് പേഴ്സൺ ആണ്. എനിക്ക് അങ്ങനെ എന്നെ ഷോക്കേസ് ചെയ്യുന്നതിനോട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം പക്ഷെ ഒരു ദിവസം എനിക്ക് ഇങ്ങനെ ഒരു ഭയങ്കരമായ ആഗ്രഹം വരികയാണ്. എന്റെ ക്ലാസ്സിലുള്ള ബാക്കി കുട്ടികൾ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ പറയുന്നു, അല്ലെങ്കിൽ പാട്ട് പാടാൻ പറയുമ്പോൾ പാട്ട് പാടുന്നു, കഥ പറയുന്നു. അപ്പൊ അവർക്ക് എല്ലാവരും അപ്ലോസ് ചെയ്യുന്നു, അപ്പൊ അവര് അപ്രിഷിയേറ്റഡ് ആവുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ ഒരു ദിവസം എനിക്ക് ഭയങ്കരമായ ആഗ്രഹം വന്നു, എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ, ഞാൻ പൊട്ടനോ മണ്ടനോ അല്ല, എനിക്ക് പഠിക്കാനുള്ള ബുദ്ധിയും കഴിവുണ്ട്, അപ്പൊ പിന്നെ അതാവാലോ. അങ്ങനെ അന്നേ ദിവസം രാത്രി പോയി അമ്മേന്റെ അടുത്തും ഏട്ടൻ്റെ അടുത്തും പറഞ്ഞ ഇങ്ങനെയാണ്. അപ്പൊ അവർ രണ്ടുപേരും മാറി മാറി ഇരുന്ന് എന്നെ കവിതയും പാട്ടും കഥയൊക്കെ പഠിപ്പിച്ച് വിട്ടു. പിറ്റേന്ന് ഞാൻ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുക, എന്നെ വിളിക്കട്ടെ ഞാൻ പാടാം. അങ്ങനെ ഞാൻ ആദ്യത്തെ 2-3 പേരെ വിളിച്ചു. അപ്പോഴും ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് എന്നെ വിളിക്കില്ല, എന്നെ വിളിക്കട്ടെ. ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തു. അപ്പൊ എന്റെ ആ ഒരു വെയിറ്റിംഗ് കണ്ടിട്ട് ടീച്ചർ എന്നെ വിളിച്ചു. അടുത്ത അനുഭവം വരൂ, പഠിപ്പിച്ച ആ പാട്ട് പാടും. പോയി, എന്റെ കയ്യിൽ നിന്ന് പോയി, ഞാൻ പഠിച്ചതെല്ലാം പോയി, ഞാൻ ഫുള്ള് ബ്ലാങ്ക് ആയി. ഞാൻ പറഞ്ഞില്ല ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് അടി കിട്ടി. അത് അവിടെ എന്റെ ആ കുഞ്ഞുനാളിൽ എനിക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു. എനിക്ക് അത് ഫിയർ ഓഫ് ബീയിങ് ജഡ്ജ്ഡ് ആണെന്ന് അന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുകയാണ്. അന്ന് പാടാമായിരുന്നു എന്നുള്ളതിലുപരിയായിട്ട് അന്ന് ശരിക്കും എന്തിനായിരുന്നു ഞാൻ അങ്ങനെ പേടിച്ചത്, അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ
നമ്മൾ ആ ഒക്കേഷനിൽ അങ്ങനെ പേടിക്കേണ്ടുന്നതിന്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിപ്പോ എന്റെ കാര്യം പറഞ്ഞ ഇതുപോലത്തെ ഒരുപാട് പേര് പല പല ഒക്കേഷൻസിൽ ഈ ഒരു എന്താ പറയാ നമ്മൾ ഈ മുൻവിധി വെച്ചിട്ട് അവരെന്നെ കുറിച്ച് അങ്ങനെ ചിന്തിക്കില്ലേ, അവര് ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ റിയാക്ട് ചെയ്ത, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ അതിനെ നോക്കി കാണും എന്നുള്ളത് നമ്മൾ പറയുന്ന ഒരു കാര്യം. നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ അനുപമ ഈ പറഞ്ഞ ഒരു കഥയുണ്ടല്ലോ, അനുപമയുടെ ലൈഫിലുണ്ടായ കഥ. ഇതിൽ വേറൊരു പ്രശ്നവും കൂടിയുണ്ട്. ഇത് ഇപ്പൊ അനുപമ ഫിയർ ഓഫ് ബീങ് ജഡ്ജ്ഡ് കാരണം അവിടെ ഒതുങ്ങിയിരുന്നു, ആ ജഡ്ജ്മെന്റിനോടുള്ള പേടി കാരണം. ഈ അനുപമ എന്നും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ ജഡ്ജ്മെന്റ് അവിടെ ഉണ്ടാവും. എന്ത് ഓക്കെ, ഈ കുട്ടി പാടത്തില്ല, പിന്നെ അനുപമേനെ വിളിക്കില്ല. ഇല്ല, അനുപമയുടെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവിടെ അവസാനിക്കുകയാണ്. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ട എത്ര കലാകാരന്മാരുണ്ടാവും. നമ്മളിപ്പോ ഈയിടയ്ക്ക് റീൽസിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. എന്താണ് ഷൈൻ നിഗം, അതുപോലെ എനിക്ക് തോന്നുന്നു എന്താ പറയാ മീര നന്ദൻ, അവരൊക്കെ പണ്ട് അമൃത ടിവിയിൽ ഉണ്ടായിരുന്ന റിയാലിറ്റി ഷോയിൽ അവിടെ പോയി അവരുടെ പാട്ടുകള് ഡാൻസുകള് വളരെയധികം എന്താ പറയാ അതിനെ ഭയങ്കരമായി ക്രൂശിക്കുന്ന ജഡ്ജസ്. പക്ഷെ ഇന്ന് അവരൊക്കെ എവിടെയാ? അന്ന് അവരെ ജഡ്ജ് ചെയ്തവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? മീരാനന്ദന്റെ പുതിയ മുഖം എന്ന സിനിമയ്ക്ക് പാട്ട് കമ്പോസ് ചെയ്യേണ്ടി വന്നു ദീപക് ദേവിന്. ആ അവസ്ഥയാണ്. അന്ന് അവരെ ജഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തായിരിക്കും മേ ബി അന്ന് ഇവരെ ജഡ്ജ്മെന്റിൽ അല്ലാത്ത രീതിയിൽ നീരജ് മാധവ് അതൊക്കെ എത്രയോ പേരുണ്ട്. എനിക്ക് തോന്നുന്നു ആ പരിപാടിയിൽ വന്ന പകുതി പേരും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് എലിമിനേറ്റ് ആയി പോയ പകുതി പേരും രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. സോ ഇവിടെയും പോയിന്റ് ജഡ്ജ്മെന്റ് ആണ്. അവര് ആ ജഡ്ജസ് ജഡ്ജ് ചെയ്തതിനെ കുറിച്ചിട്ടല്ല. അന്ന് അവരുടെ ഈ വീഡിയോ നമ്മൾ പണ്ട് കണ്ടിരുന്നെങ്കിൽ നമ്മൾ ഇവരൊക്കെ എന്ത് പൊട്ടന്മാരാ നമ്മൾ തിരിഞ്ഞു. പക്ഷെ ഇന്ന് അവര് നിൽക്കുന്ന ഒരു നില എന്ന് പറയുന്നത് എത്രയോ മുകളിലാണ്. അവര് ആ ഡയസിലിരുന്ന ജഡ്ജസ് ഇവരെ എങ്ങനെ ജഡ്ജ് ചെയ്തു എന്നുള്ളത് അവര് ടേക്ക് കെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ അതെ അല്ല അതുകൊണ്ടും പിന്നെ അവരവരുടെ കഴിവില് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. അവരത് ഗ്രോ ചെയ്യാൻ ട്രൈ ചെയ്തു, അത് അതിനെ ഡെവലപ്പ് ചെയ്തു, എന്നിട്ട് അവര് ഗ്രോ ചെയ്ത് വന്നു. അവരിപ്പത്തെ ഒരു പൊസിഷനിലേക്ക് എത്തി എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ഫിയർ ഓഫ് ബീയിങ് ജഡ്ജ്ഡ് എന്നുള്ള ആ ഒരു ഫിയർ വെച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒതുങ്ങി പോവും എന്നുള്ളതാണ്. നമ്മൾ വേറെ കുറെ റീലുകൾ കാണാറില്ലേ, നമ്മൾ സോഷ്യലൈസ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു റൂമിലേക്ക് കയറി നിന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ ഫേക്ക് ചെയ്യാണ് ആക്ച്വലി ആ ഒരു സോഷ്യൽ ലൈഫിൽ. നമ്മൾ അവിടെ പാർട്ടാവണം, അല്ലെങ്കിൽ ആയില്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒതുങ്ങിപ്പോവും എന്നുള്ളത് കൊണ്ട് നമ്മളെ ഫോഴ്സ്ഫുള്ളി അവിടെ പാർട്ടാക്കുവാണ്. ഞാൻ എന്റെ ലൈഫിൽ ഫേസ് ചെയ്ത ഒരു സാധനമാണത്. പക്ഷെ അതിനെ നമ്മൾ മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. അത് ഭയങ്കര അനിവാര്യമല്ലേ? അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കേണ്ടത് അത് എങ്ങനെ ജീവിക്കണം എന്നല്ലെങ്കിൽ നമ്മൾ നമ്മളായി ജീവിക്കുക എന്നുള്ളതാണ്. ഫിയർ ഓഫ് ബീയിങ് ജഡ്ജ്ഡ് എന്ന് പറയുന്നതിന്റെ ആവശ്യകതയുണ്ടോ? ഒരിക്കലും ഇല്ല. നാട്ടുകാരെയോ അല്ലെങ്കിൽ ഇനി കുടുംബക്കാരെയോ ആരെയോ ആവട്ടെ, അവരാർക്കും വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് നമ്മൾ നമ്മളതായി തന്നെ ജീവിക്കുക. അവര് ജഡ്ജ് ചെയ്തോട്ടെ, അവരിഷ്ടം അവരെന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ, അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി.